ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് വെണ്ടയ്ക്ക കൊണ്ട് ഒരു മോരൊഴിച്ച കറി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാനൊരു 8 വെണ്ടയ്ക്കയാണ് ഇട്ടതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ വെണ്ടയ്ക്ക 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തത്. ഇനി ഈ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മുക്കി വെച്ച കഷ്ണങ്ങൾ അതിൽ ഇട്ടെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 5-8 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും ഈ കഷ്ണം ഒന്ന് നല്ലോണം വെന്ത് വരും കേട്ടോ. ഇത് വെണ്ടയ്ക്കൊണ്ട് പച്ചടി ഉണ്ടാക്കണ മാതിരി തന്നെയാണ്. പച്ചടിയിൽ തേങ്ങേൻ്റെ കൂടെ കുറച്ച് കടുക് ചതച്ച് ചേർക്കും, കുറച്ച് കുറുകിയിട്ടാണ് ഉണ്ടാവുക. ഇത് ഒഴിച്ച് കറിയായിട്ട് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അതാണ് ഇത് ഒഴിച്ച് കറിയാണെന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയപ്പോഴേക്കും വെണ്ടയ്ക്കൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്നരിട്ട് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് ഈ കറി വയ്ക്കുക കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ചേർത്തിയില്ല. ഇനി അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ അരപ്പ് ഒഴിച്ചെടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. മറ്റ് വല്ലാതെ തിളച്ചിട്ട് ഈ തേങ്ങയൊക്കെ പിരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ അരപ്പ് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വഴറ്റി വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെണ്ടയ്ക്ക അരപ്പിലിട്ട് കൊടുത്താൽ നല്ലോണം വെണ്ടയ്ക്കയും ഈ അരപ്പൊക്കെ കൂടി ഒന്നും കൂടി നല്ലോണം ചൂടായി വരണം. ഇപ്പോൾ ഒന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1.5 കപ്പ് തൈരാണ് കേട്ടോ. നല്ലോണം മിക്സീൻ്റെ ജാറിൽ അടിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തതാണ്. അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തത്. ഇനി പുളിയുള്ള തൈര് വേണമെന്നുള്ളവർക്ക് അങ്ങനത്തെ തൈര് വേണമെങ്കിലും എടുക്കുക. ഇതിപ്പോൾ വലിയ പുളിയില്ലാത്തതാണ് എടുത്തത്. ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കറിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. ഇനിയൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ അരപ്പ് മോരൊന്നും ഒഴിച്ചാൽ പിന്നെ ഈ കറി തീരെ തിളച്ച് പോകരുത്. ഈ കറി പിരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചൂടായാൽ ഉടനെ ഗ്യാസ് ഓഫാക്കുക. ഇപ്പം മോരൊക്കെ ഒഴിച്ചിട്ട് കറി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അങ്ങനെ ഒരു അടിപൊളി വെണ്ടയ്ക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർവിംഗ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക. എല്ലാ പ്രാവശ്യവും ഓണസദ്യക്ക് ചേനയും കായൊക്കെ വെച്ചിട്ടല്ലേ കാളുണ്ടാക്കൽ. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഈ വെണ്ടയ്ക്ക കൊണ്ട് മോരൊഴിച്ച് കറി ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതുണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അടിപൊളിയാണ് കേട്ടോ. ഇനി എൻ്റെ ഈ ഓണം സ്പെഷ്യലായിട്ടുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.